മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചാളയും നെത്തോലിയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിന്നൊന്ന് നെത്തോലി പീര വളരെ എളുപ്പത്തിലൊന്ന് തയ്യാറാക്കാം. മാങ്ങയും വടക്കംപുളി ഒന്നും ചേർക്കാതെ തക്കാളി മാത്രം ചേർത്തുള്ള ഒരു നെത്തോലി പീര. അതിനായിട്ട് നെത്തോലി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് ചതച്ചതാണിത്. അത് അതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചില്ല, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി ഒരു 7-10 ചെറിയ ഉള്ളി നമ്മൾ ഇടികല്ലിൽ വെച്ച് ചതച്ചിതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക്. നമ്മൾ മുളക് പൊടിയൊക്കെ ഒരു അല്പം മാത്രമേ ചേർത്തുള്ളൂ, ഒരു നിറത്തിന് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് പച്ചമുളക് തോനെ ചേർക്കുന്നു. അവരവരുടെ എരിക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും നമ്മൾ ചതച്ച് ഇതിനകത്തേക്ക് ഇടണം. നമ്മളെപ്പോഴും മാങ്ങയൊക്കെ ഇട്ടാണല്ലോ നെത്തോലി പീര വെക്കുന്നത്, പക്ഷേ ഇങ്ങനെ വെക്കുന്നതിന് നല്ലൊരു ടേസ്റ്റാണ്. തക്കാളിയും വടക്കംപുളിയും മാത്രം ഇട്ട് വെച്ചാലും നല്ല രുചിയാണ്. അധികം പുളിയൊന്നും വേണ്ടാത്തവർക്ക് നെത്തോലി ഇങ്ങനെ തക്കാളി മാത്രം ചേർത്ത് പീര വറ്റിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് നെത്തോലി ഇങ്ങനെ വെക്കുമ്പോൾ. ചിലതിനകത്ത് മുരിങ്ങയ്ക്കയും ഒക്കെ ചേർക്കും. വടക്കംപുളിയും തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർത്തും ഞാനിങ്ങനെ പീര വറ്റിച്ചിട്ടുണ്ട്. ഇന്നിപ്പം മുരിങ്ങയ്ക്കയൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 3 തക്കാളി, പുളിക്ക് ആവശ്യമായ 3 തക്കാളി എടുത്ത് മിക്സിയിൽ ഒന്ന് വെള്ളം ചേർക്കാതെ അടിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളിയും ഇതിലേക്ക് മിക്സിയിൽ അടിച്ച് ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കല്ലുപ്പ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് പറ്റിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ തക്കാളിയുടെ വെള്ളം പിന്നെ മീനിൻ്റെ ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. മീൻ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം സ്പൂണിൻ്റെ അടിഭാഗം വെച്ച്. അവസാനം നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കടുവറുത്ത് ഇതിലേക്കിട്ട് ഒരല്പസമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ തക്കാളി മാത്രം ചേർത്തുള്ള നല്ല രുചിയുള്ള നെത്തോലി പീര തയ്യാറാക്കിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുളി കുറച്ച് ആവശ്യമുള്ളവർ ഇങ്ങനെ തക്കാളി മാത്രം ചേർത്ത് നെത്തോലി പീര ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല രുചിയാണ്. അപ്പോൾ താങ്ക്